16ാം നിയമസഭയുടെ ഒന്നാം സമ്മേളനം ഇന്ന് ചേരുകയാണ്. എന്തായാലും രാവിലെ തന്നെ റെഡിയായി സന്ദീപ് വാര്യർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് പ്രതീക്ഷകളൊക്കെ? സഭയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏതൊക്കെ കാര്യങ്ങളിൽ ഇടപെടാനാകും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട്? ഈ നിയമസഭയുടെ അംഗമായി എത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു പുതിയ അംഗം എന്നുള്ള നിലയ്ക്കുള്ള ചില ഒരു ആകാംക്ഷയും അതുപോലെ തന്നെ കൗതുകവും ഒക്കെ ഉണ്ട്. എന്നാൽ പോലും ഒരു മികച്ച നിയമസഭാ സാമാജികനാവുക എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. തീർച്ചയായിട്ടും അതിന് വേണ്ടിയുള്ള ഒരു പ്രയത്നവും ഉണ്ടാകും. അപ്പം വിജയിപ്പിച്ച് വിട്ട തൃക്കരിപ്പൂരിലെ ജനങ്ങളോട് നീതി പുലർത്തേണ്ടതുണ്ട്. അവർക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളുണ്ട്, അതെല്ലാം പാലിക്കേണ്ടതുണ്ട്. അവരുടെ ഒരു MLA എന്നുള്ള നിലയ്ക്കുള്ള നല്ല പ്രവർത്തനം കാഴ്ചവെക്കേണ്ടതുണ്ട്. ഒപ്പം നല്ലൊരു നിയമസഭാ സാമാജികനാവണമെന്നൊരാഗ്രഹമുണ്ട്. വളരെ സീനിയറായിട്ടുള്ള സ്റ്റാൾവാർട്സ് ആയിട്ടുള്ള ഒരുപാട് മനുഷ്യർ, ഒരുപാട് നേതാക്കന്മാർ ഇരുന്ന കേരള നിയമസഭയ്ക്കകത്ത് ഒരംഗമായിട്ടിരിക്കാൻ കഴിയുക എന്നുള്ളതൊരു വലിയ അംഗീകാരവും ഭാഗ്യവും ഒക്കെയാണ്. അപ്പോൾ ആ അവസരം മികച്ച രീതിയിൽ ഉപയോഗിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനം ഉണ്ടാവും. മുൻപൊപ്പം പ്രവർത്തിച്ചവർ കൂടെ ഇത്തവണ സഭയിലുണ്ട് എന്നുള്ളതാണ്. വി മുരളീധരൻ അടക്കമുള്ള ആളുകൾ കൂടി ഉണ്ട്. അപ്പം അവിടെ ആ പക്ഷത്തു നിന്നൂടെ ഒരു പക്ഷേ വിമർശനങ്ങൾ കേട്ടേക്കാം. അപ്പോൾ അതിനെ എങ്ങനെ ഡീൽ ചെയ്യും ഇനി? അല്ല, അതല്ലൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണല്ലോ, രാഷ്ട്രീയമാണല്ലോ. അപ്പം രാഷ്ട്രീയം പറയേണ്ട സ്ഥലങ്ങളിൽ രാഷ്ട്രീയം പറയും. അവരും ജനങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ചവരാവുന്ന സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ പക്ഷം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് എൻ്റെ പക്ഷം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് നമ്മുടെ ഭരണഘടന അനുവദിച്ച് നൽകിയിട്ടുള്ളതാണ്. ഒരുപക്ഷെ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ നിലവിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അവർ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുവദിക്കാത്ത അല്ലെങ്കിൽ അവരോട് കാണിക്കാത്ത സഹിഷ്ണുതയും ജനാധിപത്യ ബോധവും എന്താണെന്ന് അവർക്ക് ഈ നിയമസഭയ്ക്കുള്ളിൽ വെച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സഭയിലേക്ക് ആദ്യമായിട്ടാണ്, അപ്പോൾ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടോ? അപ്പോൾ ഈ പോളിസി ഫോർമേഷൻസൊക്കെ ഇനി പുതിയൊരു മേഖലയാണല്ലോ. തീർച്ചയായിട്ടും അതിൻ്റെ കൗതുകമുണ്ട്. നമ്മളത് സംബന്ധിച്ചിട്ടുള്ള മുതിർന്ന അംഗങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പം കഴിഞ്ഞ നിയമസഭയിലെ സ്പീക്കറായിരുന്ന ശ്രീ ഷംസീർ എൻ്റെ ഒരു സുഹൃത്താണ്. ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം ചില വിലപ്പെട്ട ഉപദേശങ്ങൾ നൽകുകയുണ്ടായി. നിയമസഭയിൽ അംഗം എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കാനുമൊക്കെ പരിശ്രമിക്കണമെന്ന് അദ്ദേഹം സ്നേഹത്തോട് ഉപദേശിച്ചു. അപ്പം അത്തരം സീനിയേഴ്സായിട്ടുള്ള ആളുകളോടൊക്കെ സംസാരിച്ച് ഇപ്പം ഈ സഭയ്ക്കുള്ളിൽ തന്നെ നിരവധി 7ഉം 8ഉം തവണയൊക്കെ വിജയിച്ച് വന്നിട്ടുള്ള വളരെ സീനിയറായിട്ടുള്ള, ഉദാഹരണത്തിന് ബഹുമാനപ്പെട്ട സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ ഉൾപ്പെടെയുള്ള ഒരുപാട് മുതിർന്ന ആളുകളുണ്ട്. അവരുടെയൊക്കെ ഉപദേശങ്ങൾ കേട്ടുകൊണ്ട് ഒരു നല്ല നിയമസഭാ സാമാജികനായി മാറണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതിലൊരു മികച്ച നിയമസഭാ സാമാജികനായി മാറും എന്നുള്ളൊരു ഉറപ്പ് കൂടിയാണ് സന്ദീപ് വാര്യർ തരുന്നത്. VDNS മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.